ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വീട്ടിൽ പാലുണ്ടെങ്കിൽ വേറെ ഒന്നും നോക്കണ്ട കേട്ടോ, ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കുക. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു അടിപൊളി സ്വീറ്റാണ്. ചില്ലി പോലെ ഉണ്ടാവും കേട്ടോ കഴിക്കുന്ന സമയത്ത്. കാണുമ്പോഴും അതേപോലെ തന്നെയാണ്. അപ്പം നമുക്ക് അത് റെഡിയാക്കി 1.5 കപ്പ് പാല് കാച്ചി വെച്ച പാലാണ്. അപ്പം നമ്മളിപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് സിമ്മിൽ വെച്ച് കൊടുത്തിരിക്കാൻ കേട്ടോ. അപ്പോൾ 1.5 കപ്പ് പാലിലേക്ക് 1/2 കപ്പ് പാൽപ്പൊടിയും 1/2 കപ്പ് പഞ്ചസാരയും. മധുരം നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് എത്ര വേണ്ടത് അതിന് ആവശ്യാനുസരണം പോലെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം. സിമ്മിൽ തന്നെയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. നമ്മൾ പാൽപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തീ കൂട്ടി കൊടുക്കുമ്പോൾ ചിലപ്പോൾ ചെറിയ കട്ടകളൊക്കെ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ തന്നെ നമ്മൾ സിമ്മിൽ വെച്ച് നന്നായിട്ട് പാൽപ്പൊടി നല്ല മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ തീ കൂട്ടി വയ്ക്കാം കേട്ടോ. ഇപ്പോൾ ഒരു 2 പിഞ്ചോളം ഏലക്കപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഏലക്കപ്പൊടി കൂടി ചേർക്കുമ്പോൾ നല്ലൊരു മണം ഉണ്ട് കേട്ടോ. നമുക്ക് കഴിക്കുന്ന സമയത്ത് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ്, പക്ഷെ നല്ല ടേസ്റ്റാണ്. നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുത്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ് വരട്ടെ. അതിന് കൂടെ തന്നെ നമ്മൾ പാല് നല്ല തിളച്ച് വരികയും ചെയ്യണം. അങ്ങനെ ഇതുപോലെ നല്ല തിളച്ച് പാല് നന്നായിട്ട് ഇത് കണ്ടിട്ട് പഞ്ചസാരയും അലിഞ്ഞ് വന്നിട്ടുണ്ട്, പാലും നല്ല തിളച്ച് വന്നിട്ടുണ്ട്. അതിലിപ്പോൾ നമ്മൾ ചൈന ഗ്രാസാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു പാക്കറ്റ് ഉണ്ടല്ലോ, നമ്മൾ ഒരു പാക്കറ്റ് മേടിക്കില്ല. അപ്പോൾ അതിന് മൊത്തത്തിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ഇട്ടിട്ട് നല്ല മിക്സ് ചെയ്തേക്കുക. നല്ല മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ചൈന ഗ്രാസ് ഉണ്ടല്ലോ, അത് വന്ന് നല്ല മെൽറ്റായാൽ മാത്രം മതി. അത് മെൽറ്റാകുന്ന സമയത്ത് തന്നെ ഇതുപോലെ നല്ല കുറുകി നല്ലൊരു തിക്കായിട്ടുള്ള പരുവം കിട്ടും. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മളത് നന്നായിട്ട് വറ്റിച്ചെടുക്കണം എന്ന് ആവശ്യമില്ല. ഈ ഒരു ചൈന ഗ്രാസ് ആ പാലിൽ കിടന്ന് മെൽറ്റാവുന്ന സമയത്ത് ഇതുപോലെ തിക്നെസ്സിലാവും. അപ്പോൾ നമുക്കത് മാറ്റിയിട്ട് ഇപ്പോൾ വേറൊരു പാത്രത്തിൽ തന്നെ നെയ്യാണ് കേട്ടോ തേച്ച് കൊടുക്കുന്നത്. നെയ്യ് തേച്ച് കൊടുക്കുമ്പോഴാണ് നല്ലൊരു മണം ഉണ്ടാകുന്നത് കേട്ടോ. ജസ്റ്റ് ഒരു സ്പൂൺ എടുത്ത് അങ്ങനെ മൊത്തത്തിൽ നമ്മൾ ഏതിലാണ് സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് തേച്ച് കൊടുക്കാം. അങ്ങനെ കണ്ടല്ലോ, അടിപൊളിയായിട്ട് ഒരു 2-3 മണിക്കൂറൊന്ന് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കുന്ന സമയത്ത്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കുമ്പോഴാണ് കേട്ടോ നല്ല ഒരു കൂളിംഗ് കൂടെ അങ്ങനെ കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ. എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയത്, അതുപോലെ തന്നെ ഒരു കുറച്ച് ഹെൽത്തി ആയിട്ടും കൂടെ നമുക്ക് പറയാം കേട്ടോ. നമ്മൾ ഈ ഒരു പാലും പാൽപ്പൊടിയൊക്കെ ഇട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു മണവും ഒരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയതാണ്. അപ്പോൾ വീട്ടിൽ പാലുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഇപ്പോൾ തന്നെ ട്രൈ ചെയ്ത് നോക്കട്ടോ. അങ്ങനെ ഇത് കണ്ടല്ലോ, നല്ല സെറ്റായിട്ടുണ്ട്. കണ്ടില്ലേ, കാണുന്ന സമയത്തുള്ള ഭംഗി പോലെ തന്നെയാണ്, കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇത് കണ്ടല്ലോ, ചെറുതായിട്ടൊന്നും ഇങ്ങോട്ട് തൊടുന്ന സമയത്ത് തന്നെ നല്ല സ്മൂത്തായിട്ട് അങ്ങോട്ട് പോയിട്ട് വരുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.